അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ കൂടെ ഈദ് ട്രഷർ ഹണ്ട് പരിപാടിയിലേക്ക് മുഴുവൻ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. പെരുന്നാൾ പിറ്റേന്നത്തെ ദിവസം, നാട്ടിലെ പെരുന്നാൾ പിറ്റേന്നത്തെ ദിവസം, ഇപ്പോൾ ഇന്ത്യൻ സമയം 3 മണി, ഈദ് ട്രഷർ ഹണ്ടിൻ്റെ 4ാമത്തെ ഏറ്റവും സുപ്രധാനമായ ചോദ്യവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ സന്തോഷവും അതിൻ്റെ ആഘോഷവും ഒക്കെ നിലനിൽക്കുന്ന ഈ അയ്യാമുത്ത ശരിക്കിൻ്റെ ദിവസം രാവിലെ മുതൽ തുടങ്ങി 3 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ 3 ചോദ്യങ്ങളുടെയും ക്ലൂ കിട്ടിയവർ നേരത്തൊക്കെ പറഞ്ഞതുപോലെ ഏകദേശം 3 കിട്ടുമ്പോൾ ഇതൊരേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആകട്ടെ, നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ സന്തോഷം, പീസ് റേഡിയോയുടെ ഈ ഒരു ത്രില്ലിംഗ് പ്രോഗ്രാം അത് ശ്രോതാക്കൾ വളരെ ആവേശപൂർവ്വം തന്നെ ഏറ്റെടുത്ത് ഇതിൻ്റെ കൂടെയുണ്ട് എന്നതിൽ നമ്മൾ ചോദ്യം കഴിയുന്ന സമയത്ത് തന്നെ ഉത്തരങ്ങൾ ഭയങ്കരമായ ട്രാഫിക്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് പീസ് റേഡിയോയും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമും ഒക്കെ എത്ര പോപ്പുലറായി നമ്മുടെ ശ്രോതാക്കൾ എടുക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. സന്തോഷമുണ്ട്. മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിശ കാണിക്കുന്നതിൽ വലിയ ഒരു സ്വാധീനം ഉള്ള ഒരു സംവിധാനമാണ് പീസ് റേഡിയോ എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴുള്ളൊരു സന്തോഷം നിങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ ഇതിന് നൽകുന്ന പ്രോത്സാഹനം, നിങ്ങളുടെ പിന്തുണകൾ അത് തുടർന്നും ഉണ്ടാകണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ആയിരങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക് ഇത് നൽകുന്ന സമാധാനത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. അത് ഏതെങ്കിലും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടേതല്ല, മറിച്ച് പടച്ചു തമ്പുരാൻ്റെതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സമാധാനം കിട്ടുന്ന സന്ദേശം അതാണ് ജനങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര സ്വാധീനം കിട്ടുന്നത് എന്നറിയാം. 4ാമത്തെ ചോദ്യത്തിനാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. 4ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ പീസ് റേഡിയോ സംവിധാനങ്ങൾക്ക് കുടക്കീഴിൽ, അതിൻ്റെ മീഡിയ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊട്ടനേകം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പീസ് റേഡിയോയുടെ ആപ്പും അതുപോലെ തന്നെ അതിൻ്റെ യൂട്യൂബ് ചാനലും അതോടൊപ്പം ഇതിൻ്റെ മീഡിയ ടീം വളരെ ശാസ്ത്രീയമായി കൊണ്ടുപോകുന്ന മറ്റു സജ്ജീകരണങ്ങളാണ്, സംവിധാനങ്ങളാണ് ഡയലോഗ് TV. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദൈനംദിനമായി നടക്കുന്ന വിഷയങ്ങൾ, നാട്ടിലെ അപ് ടു ഡേറ്റ് ആയി വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും മലിനമാക്കപ്പെടുന്ന ഒരു ചർച്ചാ പരിസരത്ത് നിന്ന് ഏറ്റവും നല്ല ദിശയിലേക്ക് നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോകുന്ന പരിപാടി ഡയലോഗ് TVയിൽ കിട്ടും. അതുപോലെ തന്നെ വിസ്ഡം ഗ്ലോബൽ TV എല്ലാ ദിവസവും നേർവഴികളായും വ്യത്യസ്ത പരിപാടികളായി നമുക്ക് ലഭിക്കുന്ന വിസ്ഡം ഗ്ലോബൽ TV. ഒപ്പം ഈ കുടുംബത്തിൽ നിന്ന്, പീസ് റേഡിയോ കുടുംബത്തിൽ നിന്ന് നമ്മൾ നിർബന്ധമായും ഉപകാരപ്പെടുത്തേണ്ട മറ്റൊന്നാണ് ജമീൽ ആപ്പ്. ആ പേര് തന്നെ ജമീൽ എന്ന് പറയുന്നത് കൂട്ടുകാരൻ എന്നാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിലെ ഒരു കൂട്ടുകാരനായി നമുക്ക് കൂടെ ചേർക്കാവുന്ന, നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ, വായിക്കാനാണോ, കേൾക്കാനാണോ, കാണാനാണോ, ഏതാണെങ്കിലും അതിൻ്റെ മെറ്റീരിയലുകൾ നമുക്ക് നൽകി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് പോകാവുന്ന ജമീൽ ആപ്പ് അത് നമ്മൾ ഉപകാരപ്പെടുത്തേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ 4ാമത്തെ ചോദ്യത്തിന് ഈ ജമീൽ ആപ്പുമായി ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. 4ാമത്തെ ചോദ്യമാണ് ഓരോരുത്തരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത്. 4ാമത്തെ ചോദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ജമീൽ ആപ്പിൻ്റെ ഗുണം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സന്ദർഭത്തിലും ഒരു കൂട്ടുകാരനായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ് ജമീൽ ആപ്പ്. ജമീൽ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പീസ് റേഡിയോയിൽ നടക്കുന്ന ഓഡിയോ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭ്യമാകണമെങ്കിൽ ജമീൽ ആപ്പിലെ ഓഡിയോ സെഷനിൽ കയറി പീസ് റേഡിയോ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓഡിയോ പ്രോഗ്രാമുകളെല്ലാം ലഭിക്കും. ഇവിടെ ചോദ്യം ഇതാണ്, കഥ പറയാം എന്ന് പറയുന്ന നമ്മുടെ പരിപാടിയിൽ ഇനി ഉമ്മ കരയരുത് എന്ന പ്രോഗ്രാം, എന്ന എപ്പിസോഡ്, അത് എത്രാമത്തേതാണ് എന്നതാണ് 4ാമത്തെ നമ്മുടെ ഈ ഒരു ട്രഷർ ഹണ്ടിലെ ചോദ്യം. ഇവിടെ ട്രഷർ ഹണ്ടിൽ ഈ ഒരു ഘട്ടത്തിൽ 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളും പ്രേക്ഷകരും നിർബന്ധമായും ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. പ്ലേ സ്റ്റോറിൽ പോയാൽ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ പോയാലും ഒക്കെ നമുക്ക് ജമീൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടും. ഈ പറഞ്ഞതുപോലെ നമ്മളെ ഇപ്പോൾ കേൾക്കാനും വായിക്കാനും, ഓഡിയോ സെഷനിൽ പോയാൽ പീസ് റേഡിയോ പോലെ തന്നെ എല്ലാ ആഴ്ചയും നമ്മുടെ മലയാളത്തിൽ നടത്തുന്ന ഖുതുബ നിർവഹിക്കുന്ന, കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഖുതുബ നിർവഹിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാരുടെ 70ഓളം ഖുതുബകൾ അതിൽ എല്ലാ ആഴ്ചയും വരാറുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ സെഷനിൽ പോയി വായിക്കാൻ, നേരത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ദിക്റുകൾ,
ഇങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് കൂടെയാണ്, നന്മയുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് കൂടെയാണ് ജമീൽ. അതുകൊണ്ട് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ജമീൽ ഇനി അൺഇൻസ്റ്റാൾ ചെയ്യപ്പെടാതെ നിങ്ങളുടെ കൂട്ടുകാരനായി തന്നെ കൂടെ ചേർക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ഒപ്പം ഇപ്പോൾ ഈ ചോദ്യം മുതലാണ് ആദ്യമായി നിങ്ങൾ ചേരുന്നതെങ്കിൽ വീണ്ടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് നിങ്ങളും താമസിച്ചിട്ടില്ല. പീസ് റേഡിയോ ഈദ് ട്രഷർ ഹണ്ടിൽ നിങ്ങളും താമസിച്ചിട്ടില്ല. നിങ്ങൾക്കും ഇപ്പോൾ ജോയിൻ ചെയ്യാം. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ ചെന്നാൽ ഈദ് ട്രഷർ ഹണ്ടിന് ജോയിൻ ചെയ്യാം. പേരും അഡ്രസ്സും ഒക്കെ കൃത്യമായി നൽകുക. ഒന്നാമത്തെ ചോദ്യം മുതൽ ഇപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യുക. ശരിയുത്തരം കൊടുത്ത് ക്ലൂകൾ കൈക്കലാക്കുക. ക്ലൂകൾ ചേർത്ത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, പീസ് റേഡിയോ കുടുംബം ഒന്നാകെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെരുന്നാൾ ദിവസത്തിലെ ഈദ് ട്രഷർ ഹണ്ടിൻ്റെ ആ നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇനി ഇന്ത്യൻ സമയം കൃത്യം 5 മണിക്ക് അവസാനത്തെ ചോദ്യവുമായി വീണ്ടും ഞങ്ങൾ കാണുകയാണ്. ആവേശത്തോടുകൂടെ ഉത്തരങ്ങൾ അന്വേഷിച്ച് നിധി അന്വേഷിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.